जय द्वैतचन्द्र जय गौरभक्तवृन्द। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरून् श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिकान्त राधा कान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 5-ാമത്തെ അധ്യായം 221-ാമത്തെ ശ്ലോകം നമ്മൾ ഇന്ന് പഠിക്കുന്നു. അത് മുതൽ ഈ അധ്യായം കഴിയാറായി, കുറച്ചും കൂടി ഉള്ളൂ. കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ചരിത്രമാണ് പഠിച്ചത്. അദ്ദേഹം എങ്ങനെ വൃന്ദാവനത്തിലേക്ക് എത്തി എന്നുള്ളതും ശ്രീ രാധാ മദൻ മോഹൻ, ശ്രീ രാധാ ഗോവിന്ദ് ജി, ശ്രീ രാധാ ഗോപിനാഥിന്റെ അനുഗ്രഹം എങ്ങനെ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതും, ശ്രീല രൂപ ഗോസ്വാമി, ശ്രീല സനാതൻ ഗോസ്വാമി, ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ സംഘം അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഇതെല്ലാം സാധിക്കുന്നത് ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ മഹാകാരുണ്യം കൊണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ ആ നിത്യാനന്ദ പ്രഭുവിനെ ഞാൻ പ്രണമിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഒരുപാട് ശ്ലോകങ്ങളിൽ നിത്യാനന്ദ പ്രഭുവിന് അദ്ദേഹം പ്രണാമം സമർപ്പിക്കുന്നു. അപ്പോൾ നിത്യാനന്ദ പ്രഭു ആണ് അദ്ദേഹത്തിനെ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്, അല്ലെ? നമ്മളത് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. എങ്ങനെ അദ്ദേഹം സ്വപ്നത്തിൽ വന്ന് ഇദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുന്നത്, അതായത് വൃന്ദാവനത്തിലേക്ക് പൊക്കോളൂ എന്ന് പറയുന്നതും അവിടെയെല്ലാം അറേഞ്ച് ചെയ്യുന്നതും ശ്രീ നിത്യാനന്ദ പ്രഭു തന്നെയാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഏനോ നിത്തായ് ബിനേവായ് രാധാകൃഷ്ണ പൈതനായി. നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നു, ഒരുപാട് അദ്ദേഹത്തിന്റെ 2-3 വൈഷ്ണവ ഗീതങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്, ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ശ്രീ വൃന്ദാവനത്തിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. മാത്രമല്ല, ശ്രീ രാധാകൃഷ്ണന്റെ ദിവ്യലീലകളൊക്കെ മനസ്സിലാക്കുവാൻ ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ മഹാ അനുഗ്രഹം, കാരുണ്യം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത്. അങ്ങനെ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു, നിത്യാനന്ദ പ്രഭുവിനെ നമ്മൾ ആരാധിക്കണം എന്നുള്ളത്. ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, ഗൗര നിത്തായി. നമ്മള് കണ്ടിരുന്നു, ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ജ്യേഷ്ഠനും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പൂജാരിയും മീനകേതന രാമദാസുമായിട്ടുള്ള ആ ഒരു ലീലയും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ നിന്നുള്ള പാഠമാണ്, നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവിനെയും ഒരേപോലെ ഒരുമിച്ച് നമ്മൾ ആരാധിക്കേണ്ടതാണ്.
ഒരാളെ മാത്രമല്ല. നിത്യാനന്ദ പ്രഭു, ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിത്യാനന്ദ പ്രഭുവും വേണം. ഗൗര നിത്തായി. അതുകൊണ്ടാണ് ഗൗഡിയ വൈഷ്ണവ പരമ്പരയിൽ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെയും ശ്രീ നിത്യാനന്ദ പ്രഭുവിനെയും ആരാധിക്കുന്നത്. അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാം ഗൗരനിത്തായുടെ ശ്രീമൂർത്തി വിഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. 221. യാര ധ്യാന നിജലോകെ കരെ കരെ പത്മാസന അഷ്ടദശാക്ഷര മന്ത്രേ കരെ ഉപാസന. യാര ധ്യാന നിജലോകെ കരെ പത്മാസന അഷ്ടദശാക്ഷര മന്ത്രേ करे उपासना. यारा ध्यान निज लोगे करे पद्मासना अष्टदाक्षर मंत्रे करे उपासना. വായിക്കാം. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. യാന്ത്രാധ്യാന നിജ ലോകേ കരേ പദ്മാസന അഷ്ടദശാക്ഷര മന്ത്രേ കരേ ഉപാസന. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ബ്രഹ്മാവ് സ്വധാമത്തിലെ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് അനവരതം ധ്യാനിക്കുകയും 18 അക്ഷരങ്ങൾ അടങ്ങുന്ന മന്ത്രത്താൽ ആരാധിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ബ്രഹ്മദേവൻ സ്വന്തം ലോകത്തിൽ സ്വലോകവാസികളുമൊത്ത് കൃഷ്ണന് 18 അക്ഷരങ്ങൾ അടങ്ങുന്ന മന്ത്രത്താൽ സദാ ആരാധിക്കുന്നു. ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ. ഒരു ആധികാരിക ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും ദിവസം 3 തവണ ഗായത്രി മന്ത്രം ജപിക്കുകയും ചെയ്യുന്നവർക്ക് ഈ അഷ്ടാദശാക്ഷര മന്ത്രം അറിയാം. ബ്രഹ്മലോകവാസികളും ബ്രഹ്മലോകത്തിന് താഴെയുള്ള ഗ്രഹങ്ങളിൽ വസിക്കുന്നവരും ഗോവിന്ദനെ ഈ മന്ത്രത്തിൽ ധ്യാനിച്ച് ആരാധിക്കുന്നു. ധ്യാനവും ജപവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും ഈ യുഗത്തിൽ ഈ ലോകത്തിൽ ധ്യാനം അസാധ്യമാണ്. അതുകൊണ്ട് 18 അക്ഷരങ്ങളടങ്ങുന്ന അഷ്ടാദശാക്ഷര മന്ത്രത്തിന്റെ പതുക്കെയുള്ള ജപത്തോടൊപ്പം ഹരേ കൃഷ്ണ പോലുള്ള മഹാമന്ത്രത്തിന്റെ ഉറക്കെയുള്ള കീർത്തനവും ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മദേവൻ വസിക്കുന്നത് ബ്രഹ്മലോകം അഥവാ സത്യലോകം എന്നറിയപ്പെടുന്ന ഏറ്റവും ഉന്നതമായ ലോകത്തിലാണ്. ഓരോ ലോകത്തിനും ഒരു അതിദേവനുണ്ട്. ബ്രഹ്മാവ് സത്യലോകത്തിന്റെ അതിദേവനായിരിക്കുന്നത് പോലെ സ്വർഗീയ ലോകങ്ങളിൽ ഇന്ദ്രനും സൂര്യനിൽ സൂര്യദേവനായ വിവസ്വാനും അതിമൂർത്തികളാണ്. ഇപ്രകാരം എല്ലാ ലോകങ്ങളിലെയും അതിദേവന്മാരും അധിവാസികളുമെല്ലാം ഗോവിന്ദനെ ധ്യാനത്തിലൂടെയോ കീർത്തനത്തിലൂടെയോ ആരാധിക്കണമെന്ന് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു ശ്രീ ബ്രഹ്മാവ് അദ്ദേഹം പത്മാസനത്തിലിരിക്കുന്നു അല്ലെ. ശ്രീ ഗർഭോദക സായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വരുന്ന പത്മത്തിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ ജന്മം, ബ്രഹ്മാവിന്റെ ആ ഒരു ജന്മം അല്ലെങ്കിൽ ജനനം വരുന്നത് അങ്ങനെയാണ്. അദ്ദേഹം സ്വയംഭൂ എന്നും നമ്മൾ വിളിക്കും. സ്വയംഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്ന് നേരിട്ട് ആണ് ബ്രഹ്മാവ് വരുന്നത്. ബ്രഹ്മാവിന് അതായത് സാധാരണഗതിയിൽ അച്ഛനും അമ്മയും രണ്ടുപേരും ചേരുമ്പോഴാണ് കുട്ടി ഉണ്ടാവുന്നത്. ബ്രഹ്മാവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ബ്രഹ്മാവിനെ ഭഗവാൻ നേരിട്ട് സൃഷ്ടിക്കുന്നു. ബ്രഹ്മാവിന്റെ അച്ഛനും അമ്മയും ഒക്കെ വിഷ്ണുവാണ്. അദ്ദേഹം അവിടെ പത്മാസനത്തിലിരുന്ന് അദ്ദേഹം ധ്യാനിക്കുന്നു, ഭഗവാനെ ധ്യാനിക്കുന്നു. 18 അക്ഷരമുള്ള അത് അഷ്ടദശ അക്ഷര മന്ത്രം. അതാണ് ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത്. അഷ്ടദശ അക്ഷരം. അഷ്ടദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 അക്ഷരങ്ങൾ അടങ്ങുന്ന ഗോപാൽ മന്ത്രം. ഈ ഒരു മന്ത്രത്തെ ഗോപാൽ മന്ത്രം എന്നാണ് പറയുന്നത്. ഗോപാൽ മന്ത്രമാണ് ശ്രീ ബ്രഹ്മാവ് അവിടെ വന്ന് ചൊല്ലുന്നത്. അല്ലെങ്കിൽ ഇത് മനസ്സിൽ, ഇത് സൈലന്റ് ആയിട്ട് ധ്യാനിച്ചുകൊണ്ട് ചൊല്ലേണ്ട മന്ത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഗായത്രി മന്ത്രങ്ങൾ, ഗായത്രി ദീക്ഷ ലഭിക്കുന്നവർക്ക്, ഇപ്പോൾ നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഗൗഡിയ വൈഷ്ണവ പരമ്പരയിൽ ബ്രാഹ്മണ ദീക്ഷ ലഭിക്കുന്നവർക്ക് ഈ ഗോപാൽ മന്ത്രം ഗുരു മഹാരാജ് കൊടുക്കും. ഗുരു ശിഷ്യർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഗായത്രി മന്ത്രങ്ങളിൽ ഒരുപാടുണ്ട്. അതിലെ ഒന്നാണ് ഈ ഗോപാൽ മന്ത്രം. ഇത് ഗായത്രി എന്നല്ല വിളിക്കുന്നത്, ഗോപാൽ മന്ത്രം എന്നാണ് വിളിക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള 18 അക്ഷരം. ഞാൻ അത് വായിക്കുന്നില്ല. ആക്ച്വലി ഇത് ഗുരുവിൽ നിന്ന് കിട്ടിയതിന് ശേഷം മാത്രം ചൊല്ലേണ്ടതാണ്. മാത്രമല്ല ഇത് ഉറക്കെ ചൊല്ലുന്ന മന്ത്രമല്ല. ഗായത്രി മന്ത്രമെല്ലാം നമ്മൾ സൈലന്റ് ആയിട്ടാണ് ചൊല്ലുന്നത്.
മെഡിറ്റേഷനിലൂടെയാണ് ചൊല്ലുന്നത്. വാ അനക്കാതെ നാവ് അനക്കാതെയാണ്, അല്ലെങ്കിൽ മനസ്സിലാണ് ഇത് ചൊല്ലേണ്ടത് ഗായത്രി മന്ത്രമെല്ലാം. ഗായത്രി മന്ത്രങ്ങളുടെ ഒരു കൂട്ടത്തിൽ വരുന്ന ഒരു മന്ത്രമാണ് ഗോപാൽ മന്ത്രം. അതാണ് പറയുന്നത്, ഒരു ശുദ്ധ ഭക്തനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് നമുക്ക് ഈ ഗായത്രി മന്ത്രം ലഭിച്ചതിന് ശേഷമാണ് ഇത് ചൊല്ലാനുള്ള അധികാരം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഈ ഒരു മഹാമന്ത്രം, അല്ലെങ്കിൽ ഈ ഒരു ഗോപാൽ മന്ത്രം ഒരുപാട് പവർഫുൾ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിൽ ഇരുന്നു കൊണ്ട് ഇപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ധ്യാനിക്കുന്നു, ഭഗവാനെ ഓർത്തുകൊണ്ട് ചൊല്ലുന്ന മന്ത്രമാണ് ഈ ഗോപാൽ മന്ത്രം. എന്നാൽ ഈ ഒരു കാലത്ത്, കലിയുഗത്തിൽ, നമ്മളിരിക്കുന്ന കലിയുഗത്തിൽ എല്ലാവർക്കും ഈ ഗോപാൽ മന്ത്രം ചൊല്ലാനുള്ള അധികാരം ഇല്ല. അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മാത്രമല്ല, ധ്യാനം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കറിയാം അല്ലെ. ധ്യാനം എന്ന് പറയുന്നത് സത്യ യുഗത്തിൽ പറയുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ധ്യാനിക്കാൻ സാധിച്ചിരുന്നത്. ബിക്കോസ് ആ ഒരു യുഗത്തിലെ യുഗധർമ്മമായിരുന്നു ധ്യാനം എന്ന് പറയുന്നത്. എന്നാൽ കലിയുഗത്തിൽ നമ്മളെ പോലുള്ള അധപതിച്ചവർക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. ഒരുപാട് ബുദ്ധിമുട്ടാണ്. കുറച്ചു നേരം പോലും നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഒരു കൺട്രോളും ഇല്ല നമുക്ക്. അപ്പോൾ മെഡിറ്റേഷൻ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശ്രീ കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ, ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് മഹാമന്ത്രമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് ഉറക്കെ ചെല്ലാം, എങ്ങനെ വേണമെങ്കിലും ചൊല്ലാം അല്ലെ. നാംനാമകാരി ബഹുധ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാലം. അതായത് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും പറയുന്നില്ല. ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും നമുക്ക് ചൊല്ലാൻ സാധിക്കും. എന്നാലും നാമാപരാധം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്നാലും ഈ ഒരു മഹാമന്ത്രം, ഹരേകൃഷ്ണ മഹാമന്ത്രം ആർക്ക് വേണമെങ്കിലും, അങ്ങനെ അതായത് ദീക്ഷ കഴിഞ്ഞവർ മാത്രമേ ജപിക്കാൻ പാടുള്ളൂ, അങ്ങനെ പോലും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മഹാമന്ത്രം എന്ന് പറയുന്നതും. അപ്പോൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ഉറക്കെ ചൊല്ലുന്നതിന്റെ കൂട്ടത്തിൽ ഈ അഷ്ടദശാക്ഷര മന്ത്രമാവുന്ന 18 അക്ഷരങ്ങളുള്ള ഗോപാൽ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് പവർഫുൾ ആണ് ശരിക്കും. അപ്പോൾ പക്ഷെ അത് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അത് ചൊല്ലാനുള്ള അധികാരം നമുക്ക് കിട്ടുന്നത് ഗുരു നമുക്ക് ബ്രാഹ്മണ ദീക്ഷ തരുമ്പോൾ മാത്രമാണ്. അതിനു മുമ്പ് ഈ ഒരു മന്ത്രം ചൊല്ലാൻ പാടില്ല. അപ്പോൾ പുസ്തകത്തിൽ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനുള്ള അധികാരം ഉണ്ടെങ്കിലേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പാടുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ല, അത് ആക്ച്വലി നമ്മൾ ആ ഒരു മന്ത്രത്തെ നമ്മൾ വേണ്ട രീതിയിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ അപരാധമായി മാറുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ഗോപാൽ മന്ത്രം മാത്രമല്ല, ഗായത്രി മന്ത്രം, എല്ലാ ഗായത്രി മന്ത്രങ്ങളാണെങ്കിലും അതെല്ലാം ഇപ്പോൾ നമുക്ക് പലപ്പോഴും അപ്പോൾ ചോദിക്കാം, ആക്ച്വലി ബ്രഹ്മഗായത്രി എന്ന് പറയുന്ന ഒരു ഗായത്രി മന്ത്രമുണ്ട്. ആ ഗായത്രി മന്ത്രം ആക്ച്വലി കാസറ്റ് ആയിട്ടും കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കാസറ്റ് ആയിട്ടും അല്ലെങ്കിൽ പല ആളുകളും ചൊല്ലുന്നുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കാസറ്റ് അവൈലബിൾ ആണ്, CDs ഓൺലൈനിലൊക്കെ നമുക്ക് കാണാം. ഈ പറയുന്ന ബ്രഹ്മഗായത്രി വളരെ ഫേമസ് ആയിട്ടുള്ള, ഞാനിവിടെ ചൊല്ലുന്നില്ല, എന്നാലും അവസാനത്തെ ഭാഗം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് വരുന്ന അതിന്റെ തുടക്കം ഞാൻ ചൊല്ലാഞ്ഞത് മനഃപൂർവ്വമാണ്. അത് ബ്രഹ്മഗായത്രിയാണ്, പക്ഷെ അത് ഫേമസ് ആയിട്ടുള്ള ഗായത്രി മന്ത്രമാണ്, ബ്രാഹ്മണർ ചൊല്ലുന്നതാണ്. എന്നാൽ ആ മഹാമന്ത്രം, ആ ബ്രഹ്മഗായത്രി പല ആളുകളും വളരെ ചീപ്പായിട്ട് എടുത്ത് അത് പബ്ലിക്കലി ചൊല്ലുന്നു. അതേപോലെ ശ്രീ ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിക്കാതെ തന്നെ ഈ ഗായത്രി മന്ത്രം ചൊല്ലുന്നു. അപ്പോൾ ഒരുപാട്, ഇപ്പോൾ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽ ബ്രാഹ്മണ ദീക്ഷ എടുക്കുമ്പോൾ ബ്രഹ്മഗായത്രി ഒരു മന്ത്രമാണ്.
അതുപോലെ ഗോപാല മന്ത്രം ഒന്നാണ്. അതല്ലാതെ വേറെയുണ്ട് കുറെ. ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഈ ബ്രഹ്മഗായത്രി ആളുകൾ സാധാരണ വെറുതെ ഇപ്പൊ ഈ കുറച്ച് മാസങ്ങൾ മുമ്പ് എന്നോട് ആരോ അതുപോലെ ചോദിക്കലുണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇത് ചൊല്ലാറുണ്ട് എന്നും ആരോ പറഞ്ഞു ഇത് ചൊല്ലുന്നത് നല്ലതാണ് ബ്രഹ്മഗായത്രി. അപ്പോൾ അത് ഞാൻ എന്നും കാലത്ത് ചൊല്ലും ഇത്രയും പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ശരിക്കും അതിന്റെ ഒരു ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ ശ്രീ ഗുരുവിൽ നിന്ന് തന്നെ അത് കേട്ടതിന് ശേഷം, കാര്യം അതിന് അധികാരം നമുക്ക് ഗുരു തന്നതിന് ശേഷം മാത്രം ചൊല്ലേണ്ട മന്ത്രങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ പഠിക്കുന്നു, പഠിച്ചതിന് ശേഷം ഓക്കെ ഇന്ന് മുതൽ ഇനി ഞാൻ ഗോപാൽ മന്ത്രം ചൊല്ലാം എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഗുരു തന്നതിന് ശേഷം മാത്രം. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ പെർഫെക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. ഇനിയിപ്പോ ഒരു കാര്യം കൂടെ, ഇനി ബ്രാഹ്മണ ദീക്ഷ കിട്ടിയില്ലെങ്കിൽ എന്താ, നമുക്ക് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ സാധിക്കില്ലേ? ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം പോരെ, അല്ലെങ്കിൽ അത് മതിയാവോ എന്നുള്ള ചോദ്യമൊക്കെ വരും. തീർച്ചയായിട്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം മതി. വേണമെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് കൃഷ്ണപ്രേമം വരെ കൊണ്ട് എത്തിക്കും. നമുക്കറിയാം, രാധാകൃഷ്ണ സേവനത്തിലേക്ക് നമ്മെ എത്തിക്കും. അത്രമാത്രം ശക്തിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലുള്ളത്. അതുകൊണ്ടാണ് മഹാമന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ബ്രാഹ്മണ ദീക്ഷ കിട്ടാതെ ഈ ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. എന്നാൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കൂടെ ഉണ്ട് ഈ ഗായത്രി മന്ത്രങ്ങൾക്ക്. അത് നമുക്ക് വേറെ, അതിപ്പോൾ ഇവിടെ ഈ ഒരു അവസരത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ബ്രഹ്മാവ് പോലും ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും അതാണ്. ബ്രഹ്മാവ് ഗോപാൽ മന്ത്രം, ബ്രഹ്മാവ് വിഷ്ണുവിനെ ആരാധിക്കുന്ന, വിഷ്ണുവിൽ നിന്നാണ് വരുന്നത്. എന്നാലും അദ്ദേഹത്തിന്റെ തിരുമുഖത്തിൽ നിന്നാണ് ബ്രഹ്മസംഹിത എന്ന് പറയുന്ന ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അതൊരു ശ്ലോകം മാത്രമാണ്. അതില് ബ്രഹ്മ സംഹിതയിൽ വരുന്നതെല്ലാം ശ്രീ ബ്രഹ്മാവിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. ആ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ഏത് ഗോവിന്ദൻ? കൃഷ്ണൻ. വളരെ സ്പെസിഫിക് ആണ്. അപ്പോൾ ശ്രീ ബ്രഹ്മാവും ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തിന്റെ ഇഷ്ടദേവനും കൃഷ്ണൻ തന്നെയാണ്, ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ ഗോപാൽ മന്ത്രം ബ്രഹ്മാവ് ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ ഈ ഗോപാൽ മന്ത്രം മുഴുവനും ആക്ച്വലി ഭഗവാൻ കൃഷ്ണന്റെ പേരുകളാണ് ഇവിടെയുള്ളത്. കൃഷ്ണ, ഗോവിന്ദ, ഗോപീജന വല്ലഭ, ഇതെല്ലാം ഈ മൂന്നും ഭഗവാൻ കൃഷ്ണന്റെ തന്നെ പേരുകൾ തന്നെയാണ്. അടുത്ത ശ്ലോകം 222. ചൗദ ഭുവനെ യാര സബെ കരെ ധ്യാന വൈകുണ്ഠാദിപുരെ യാര ലീല ഗുണഗാന. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ചൗദ ഭുവനെ യാൻമാര സബെ കരെ ധ്യാന വൈകുണ്ഠാദിപുരെ യാൻമ വൈകുണ്ഠാദിപുരെ യാൻര ലീല ഗുണഗാന. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. 14 ലോകങ്ങളിലുള്ള എല്ലാവരും അവിടുന്ന് ധ്യാനിക്കുകയും വൈകുണ്ഠവാസികൾ അവിടുത്തെ ഗുണങ്ങളും ലീലകളും കീർത്തിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. 14 ലോകങ്ങളിലുള്ളവരും ഭഗവാനെ ആരാധിക്കുന്നു. അദ്ദേഹം ഭഗവാൻ സൂപ്പർ സ്റ്റാർ ആണ്. എല്ലാവരും ഭഗവാനെയാണ് ആരാധിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വൈകുണ്ഠാദി ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ വിഷ്ണു ലോകം അല്ലെങ്കിൽ ശ്രീമൻ നാരായണൻ ഇരിക്കുന്ന ലോകം ആണെങ്കിൽ പോലും, ഇപ്പോൾ കൃഷ്ണനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും നമുക്ക് ഇവിടെ വ്യത്യാസം കാണേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒരേ തത്വമാണ് അല്ലെ? കൃഷ്ണനും വിഷ്ണുവും ശ്രീമൻ നാരായണനും ഒക്കെ ഒരേ തത്വമാണ്. ചുരുക്കം പറയുവാണെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ അല്ലെങ്കിൽ ഭഗവാൻ നാരായണൻ അല്ലെങ്കിൽ കൃഷ്ണനാണ് എന്നുള്ളതാണ് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ദേവീ ദേവന്മാരുടെയും ആരാധ്യ പുരുഷൻ ഭഗവാൻ തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. അതിനൊരു വ്യത്യാസമില്ല, അതിനൊരു തർക്കമില്ല. നമ്മുടെ ഉള്ളിൽ ആ സുപ്രീമസിക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതോടുകൂടി മാറണം. ഒരുപാട് പ്രാവശ്യം നമ്മളിത് കാണുന്നുണ്ട്. ശാസ്ത്രങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട് അല്ലെ? ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു സുപ്രീമസി അല്ലെങ്കിൽ വിഷ്ണു ആണ്
വിഷ്ണു അല്ലെങ്കിൽ നാരായണനാണ് സുപ്രീം എന്നുള്ളത്. ഭഗവാൻ ശിവനോ ബ്രഹ്മാവോ അല്ലെങ്കിൽ മറ്റുള്ള ദേവീദേവന്മാരോ അല്ല എന്നുള്ളത് ശാസ്ത്രങ്ങളെല്ലാം വളരെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൽ ഇനി നമുക്ക് സംശയം തോന്നേണ്ട കാര്യം വരുന്നില്ല. യാര മാധുരി തേ കരേ ലക്ഷ്മി ആകർഷണ रूप गोसाई करे याचेना से रूप वर्णन. हरे कृष्णा प्रभु. यंद्र माधुरी ते करे लक्ष्मी आकर्षण रूप गोसानी करे याचेना से रूप वर्णन. विवर्तन भावार्थम by His Divine Grace Abhay Charanaravinda Bhakti Vedanta Swami Srila Prabhupada ki jai. ഐശ്വര്യ ദേവതയായ ലക്ഷ്മി അവിടുത്തെ മാധുര്യത്താൽ ആകർഷിക്കപ്പെടുന്നു. ശ്രീല രൂപഗോസ്വാമി അത് ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു. ഭാവാർത്ഥം: ശ്രീല രൂപഗോസ്വാമി അദ്ദേഹത്തിന്റെ ലഘു ഭാഗവതാമൃതത്തിൽ പത്മപുരാണത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ലക്ഷ്മി ദേവി കൃഷ്ണന്റെ ആകർഷകമായ സവിശേഷതകൾ ദർശിച്ചതിന് ശേഷം കൃഷ്ണനിൽ ആകൃഷ്ടയായി അവിടുത്തെ പ്രീതി നേടുന്നതിനു വേണ്ടി ധ്യാനത്തിൽ മുഴുകിയതായി അവിടെ പറയുന്നു. ലക്ഷ്മി ദേവി കഠിന വ്രതത്തോടു കൂടിയ ധ്യാനത്തിൽ മുഴുകുന്നത് എന്തിനാണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു: എനിക്ക് വൃന്ദാവനത്തിലെ ഗോപികമാരെ പോലെ അങ്ങയുടെ ഒരു സഹവാസിയാകണം. ഇത് കേട്ട ശ്രീകൃഷ്ണ ഭഗവാൻ അത് തികച്ചും അസാധ്യമാണെന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ താൻ ഭഗവാന്റെ വക്ഷസ്സിൽ ഒരു സുവർണ രേഖയായി നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നതായി ലക്ഷ്മി ദേവി അറിയിച്ചു. ഭഗവാൻ അവളുടെ അഭ്യർത്ഥന സ്വീകരിക്കുകയും അപ്പോൾ മുതൽ ലക്ഷ്മി ദേവി കൃഷ്ണ ഭഗവാന്റെ മാറിൽ ഒരു സുവർണ രേഖയായി സദാ നിലകൊള്ളുകയും ചെയ്യുന്നു. ലക്ഷ്മി ദേവിയുടെ കഠിനവ്രതവും ധ്യാനവും ശ്രീമദ് ഭാഗവതത്തിലും 10:16-36 പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെ കാളിയ സർപ്പത്തിന്റെ പത്നിമാർ കൃഷ്ണനോട് നടത്തുന്ന പ്രാർത്ഥനയിൽ ഭാഗ്യദേവതയായ ലക്ഷ്മിയും ഒരു ഗോപികയെ പോലെയായി അവിടുത്തെ സഹവാസവും പാദധൂളിയും ആഗ്രഹിക്കുന്നതായി പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, ക്യാമറ ഒന്ന് ഓഫായി പോയി. അപ്പൊ ഇവിടെ പറയുന്നു, ലക്ഷ്മി ദേവി കൃഷ്ണന്റെ മാധുര്യത്തിൽ ആകർഷിതനാവുന്നു. ശീലറൂപ ഗോസ്വാമി അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ശീലറൂപ ഗോസ്വാമി ലഘു ഭാഗവതാമൃത എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ ശ്ലോകം കോട്ട് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ലക്ഷ്മി ദേവി ഭഗവാൻ കൃഷ്ണന്റെ ആ മാധുര്യത മനസ്സിലാക്കിയതിനു ശേഷം ഒരുപാട് ആകർഷണം തോന്നുന്നു അദ്ദേഹത്തിന്. ആർക്ക്? ലക്ഷ്മി ദേവിക്ക് കൃഷ്ണനോട്. അങ്ങനെ ആ ലക്ഷ്മി ദേവി ധ്യാനിക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു കഥ. ലക്ഷ്മി ദേവി ആഗ്രഹിക്കുന്നു, അതായത് വൃന്ദാവനത്തിലെ ഗോപിയായി മാറണമെന്ന്. ഗോപിയാവാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് ലക്ഷ്മി ദേവി കാര്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ലക്ഷ്മി ദേവി വിഷ്ണുവിന്റെ ഭാര്യയാണ്, ശ്രീമൻ നാരായണന്റെ ഭാര്യയാണ്, എന്തുകൊണ്ട് കൃഷ്ണനിലേക്ക് ആകർഷണം തോന്നുന്നു? ഈ ഒരു ചോദ്യം ഇൻഫാക്ട് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെ നമ്മൾ കാണും. എവിടെയാണെന്നറിയോ? ചൈതന്യ മഹാപ്രഭു ശ്രീരംഗത്തിലേക്ക് പോകുന്ന സമയത്ത് ഗോപാൽ ഭട്ട ഗോസ്വാമിയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വെങ്കട്ടഭട്ട, അതായത് ഗോപാൽ ഭട്ട ഗോസ്വാമിയുടെ അച്ഛൻ, അദ്ദേഹവുമായിട്ട് ചൈതന്യ മഹാപ്രഭുവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ചൈതന്യ ചരിതാമൃതത്തിൽ നമ്മൾ മധ്യലീലയിൽ നമ്മളത് പഠിക്കും. അവിടെ ഇതേ ചോദ്യം തന്നെ ചൈതന്യ മഹാപ്രഭു വെങ്കട്ടഭട്ടനോട് ചോദിക്കുന്നു. അതായത് വെങ്കട്ടഭട്ട ആക്ച്വലി, അല്ലെങ്കിൽ ഗോപാൽ ഭട്ട ഗോസ്വാമി, അവരെല്ലാവരും ആ ഫാമിലി മുഴുവനും ശ്രീ സമ്പ്രദായം ഫോളോ ചെയ്യുന്നവരായിരുന്നു. ശ്രീ സമ്പ്രദായത്തിലെ ഭഗവാൻ നാരായണനാണ് അവരുടെ ഇഷ്ടദേവൻ, ഭഗവാൻ കൃഷ്ണനല്ല. തത്വത്തിൽ ഒന്നാണെങ്കിലും അവരുടെ ആരാധ്യ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവാണ്. അപ്പോൾ ആ സമയത്ത്, എന്നാൽ മഹാപ്രഭു ആണെങ്കിൽ രാധാകൃഷ്ണനാണ്. മഹാപ്രഭു ആ സമയത്ത്
അവരോട് സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ചോദിക്കുന്നു എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ. ക്ഷമിക്കണം. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തഥാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമ. ആ സമയത്ത് ഗോപാൽ വെങ്കട്ടഭട്ടനോട് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ഇതേ കാര്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ലക്ഷ്മി ദേവി, ഓക്കെ നിങ്ങൾ പറയുന്നു ശ്രീമൻ നാരായണനാണ്, ഓക്കെ നാരായണൻ കൃഷ്ണൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് പോലും കൃഷ്ണനോട് ആകർഷണം തോന്നി എന്നുള്ള ചോദ്യം വെങ്കട്ടഭട്ടനോട് ചൈതന്യ മഹാപ്രഭു ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം വെങ്കട്ടഭട്ടും ഉത്തരം പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അത് ചർച്ച ചെയ്യുന്നില്ല. ലക്ഷ്മി ദേവി ആഗ്രഹിക്കുന്നു കൃഷ്ണന്റെ കൂടെ വൃന്ദാവനത്തിൽ ഗോപികമാരെ പോലെ രാസലീലയിൽ പങ്കെടുക്കാനൊക്കെ. അങ്ങനെ ലക്ഷ്മി ദേവി അവിടെ തപസ്യ ചെയ്യുന്നു വൃന്ദാവനത്തിൽ. ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നാഗപത്നിമാരെ ഇവിടെ ശ്രീല പ്രഭുപാജി പറയുന്നു ഭാവാർത്ഥത്തിൽ, നാഗപത്നിമാരെ, അതായത് കാളിയന്റെ പത്നിമാര്, അവരെല്ലാവരും ശുദ്ധഭക്തരാണ് അല്ലെ. അവര് കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്ന, ഭഗവാനെ സ്തുതിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ലക്ഷ്മി ദേവി പോലും അങ്ങയുടെ സംഘത്തിന് വേണ്ടി, അസോസിയേഷന് വേണ്ടി, ഗോപിയാവുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ കൃഷ്ണൻ പറയും ലക്ഷ്മി ദേവിയോട്, എന്നാൽ ഇത് സാധിക്കില്ല, അതായത് ഗോപിയായി മാറാൻ സാധിക്കില്ല. ഗോപികമാരുടെ സ്ഥാനം ആരാധ്യ ഭഗവാൻ വ്രജേഷു തനയ തദ്ധാമ വൃന്ദാവനം രമ്യ കാചിത് ഉപാസന വ്രജവതോ വർഗേന കൽപ്പിത. അപ്പോൾ ഗോപികമാരുടെ സ്ഥാനം വലിയ സ്ഥാനമാണ്. ആ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതെല്ലാം ലക്ഷ്മി ദേവിക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ. അപ്പോൾ പറയുമ്പോൾ നമ്മളപ്പോൾ ചിന്തിക്കരുത് നാരായണന് എന്തെങ്കിലും കുറവുണ്ടായിട്ടാണോ ലക്ഷ്മി ദേവി കൃഷ്ണനോട് ആകർഷണം തോന്നുന്നു. രണ്ടുപേരും തത്വത്തിൽ ഒന്നാണ്. തത്വത്തിൽ ഒന്നായതുകൊണ്ട്, അതായത് നാരായണന്റെ വേറെ രൂപമാണ്, അല്ലെങ്കിൽ കൃഷ്ണന്റെ വിസ്തരണമാണ് ശ്രീമൻ നാരായണൻ എന്നുള്ള തത്വം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ലക്ഷ്മി ദേവിക്ക് കൃഷ്ണനോട് ആകർഷണം തോന്നി എന്ന് പറയുന്നതിൽ തെറ്റ് കാണാൻ സാധിക്കില്ല. ഒരേ തത്വമാണ്. ഇപ്പോൾ വേറെ വേഷത്തിലിരിക്കുന്നു എന്ന് മാത്രം. ഒരാള് കോട്ടും സൂട്ടിരിക്കുന്നു, അതേ വ്യക്തി തന്നെ വീട്ടിൽ വരുമ്പോൾ തിലകെല്ലാം തൊട്ട് കുർത്തയെല്ലാം ധരിച്ച് വൈഷ്ണവ വേഷത്തിൽ ഇരിക്കുന്നു. എന്താ വ്യത്യാസം? ആളൊന്നു തന്നെയാണ്, വേഷം വ്യത്യാസം ഉണ്ടെന്ന് അല്ലെ. അതേപോലെ തന്നെയാണ് തത്വത്തിൽ കൃഷ്ണനും വിഷ്ണുവും നാരായണനും ഒക്കെ ഒന്ന് തന്നെയാണ്. എന്നാൽ കൃഷ്ണന്റെ പ്രത്യേകത അതാണ്, അതായത് വേണുമാധുര്യം. എന്തൊക്കെയാണ് 4 സ്പെഷ്യൽ ആയിട്ടുള്ളത്? ശ്രീല രൂപ ഗോസ്വാമി ഭക്തി രസാമൃത സിന്ധുവിൽ പറയുന്നു. അതായത് വിഷ്ണുവിന് പോലും ശ്രീമൻ നാരായണന് പോലും ഇല്ലാത്ത 4 സ്പെഷ്യൽ ക്വാളിറ്റീസ് കൃഷ്ണനുണ്ട് എന്നുള്ളത്. എന്തൊക്കെയാണ്? വേണുമാധുര്യം, ലീലാമാധുര്യം, രൂപമാധുര്യം. 3. ഒന്നും കൂടെ. ലീലമാധുര്യം. ലീല പറഞ്ഞു, വേണു പറഞ്ഞു, രൂപമാധുര്യം, പിന്നെ പ്രേമമാധുര്യം. ഓക്കെ. എന്താണ് ഈ പ്രേമമാധുര്യം? ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? വേണുമാധുര്യം ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവും എളുപ്പത്തിൽ.
എന്താണ് വേണുമാധുര്യം? ഓടക്കുഴല് ഓടക്കുഴല് ഓടക്കുഴൽ വിളിക്കുന്ന ഭഗവാൻ മാത്രല്ലേ ഭഗവാൻ മാത്രം ആകർഷിക്കുന്ന എല്ലാവരോടെയും എല്ലാവരും എല്ലാവരെയും ആകർഷിക്കും. ആകർഷിക്കുന്നു. വേണുഗീതം എന്ന് പറയുന്ന ദശമസ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് മുഴുവനും ഇതാണ്. പശുക്കൾ എങ്ങനെ ഭഗവാന്റെ വേണുനാദത്തിൽ ആകർഷിതനാവുന്നു, എങ്ങനെ പക്ഷികൾ, അതേപോലെ തന്നെ എങ്ങനെ മാനുകൾ ആകർഷിതനാവുന്നു, എങ്ങനെ മറ്റുള്ള എല്ലാ മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ വേണുനാദത്തിൽ ആകർഷിതനാവുന്നു. ഇനി ഉപരിലോകത്തിലൂടെ പോകുന്ന നമ്മുടെ ദേവന്മാരുടെ പത്നിമാർക്ക് അവർക്കും ആകർഷണം തോന്നുന്നു. എല്ലാവർക്കും ആകർഷണം തോന്നുന്നു. ലക്ഷ്മി ദേവിക്കും ആകർഷണം തോന്നുന്നതിൽ എന്താണ് അത്ഭുതം? കാര്യം സ്പെഷ്യലാണ്. അതായത് വിഷ്ണു അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ സംബന്ധിച്ച് ശ്രീമൻ നാരായണന്റെ അതേ നാരായണൻ തന്നെ, അദ്ദേഹത്തിന്റെ വേഷം വ്യത്യാസമുണ്ട്, അദ്ദേഹത്തിന്റെ ഭാവം വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ, വ്യക്തി മാറുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ലക്ഷ്മി ദേവിക്ക് ആകർഷണം തോന്നുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ വേണുമാധുര്യമുണ്ട്, ലീല മാധുര്യം. കൃഷ്ണനെ പോലെ ലീലകൾ ചെയ്തിട്ടുള്ള വേറെ ആരാണുള്ളത്? കൃഷ്ണനെ പോലെ ലീലകൾ ചെയ്യുന്ന ഇത്രയും ലീലകൾ വേറെ ആര് ചെയ്തിട്ടുണ്ട്? ഏത് അവതാരം ചെയ്തിട്ടുണ്ട്? ഇപ്പൊ നരസിംഹദേവൻ വന്നു കഴിഞ്ഞാൽ പർട്ടിക്കുലർലി ആ പർപ്പസിന് വന്നു, തിരിച്ചുപോയി. സത്യം വിധാതും നിജ ഭൃത്യഭാഷിതം, അല്ലെ? പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നു. ഹിരണ്യകശിപു കൂട്ടത്തിൽ അദ്ദേഹത്തെയും അവസാനിപ്പിക്കുന്നു. വരാഹദേവന്റെ അവതാരത്തിനും ഒരു പർട്ടിക്കുലർ ഒരു കാരണം ഉണ്ടായിരുന്നു. വിഷ്ണു മൂർത്തികളെ നോക്കിക്കഴിഞ്ഞാൽ ഭൗതികലോകം മുഴുവൻ സൃഷ്ടിക്കുന്നതും പരിപാലനത്തിനും ഒക്കെ വേണ്ടി അദ്ദേഹം അവതരിക്കുന്നു. അങ്ങനെ പർപ്പസ് ഉണ്ട്. എന്നാൽ ശ്രീരാമചന്ദ്ര ഭഗവാനാണ് അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ യെസ്, കുറെ ലീലകളുണ്ട്. രാമായണം എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് അന്ന് ഗ്രന്ഥത്തിൽ അതെല്ലാം വരുന്നു. എന്നാൽ അവിടെയും ബാല്യലീലകൾ അല്ലെങ്കിൽ മാധുര്യ ലീലകൾ ഒന്നും ഇല്ല. ആർക്ക്? ശ്രീരാമചന്ദ്ര ഭഗവാനില്ല. എന്നാൽ അത് കൃഷ്ണന് മാത്രമേ ഉള്ളൂ. ഇത്രയും ബാല്യലീലകൾ, ദാമോദര ലീല പോലെ വെണ്ണകെട്ട് കഴിക്കുന്നതും മറ്റുള്ള വീടുകളിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം പൊളിക്കുന്നതും ഇങ്ങനെയുള്ള അതേപോലെ ഒരുപാട് ലീലകൾ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്, അല്ലെ? ഇത്രയും ലീലകൾ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ നമ്മൾ രാമായണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ലീലാ പുരുഷോത്തമനാണ് അതുകൊണ്ട് കൃഷ്ണൻ. ഓക്കെ, അപ്പൊ ലീലാ മാധുര്യം. പിന്നെ പറയുന്നു രൂപം. ബർഹാപീഠം നട്ടവരവപുഹു കർണികോ കർണികാരം. ഭഗവാന്റെ മധുരമായിട്ടുള്ള സൗന്ദര്യം, കൃഷ്ണന്റെ സൗന്ദര്യം വേറെ ആർക്കും ഇല്ല. കാര്യം ആ ത്രിഭംഗ ലളിത ശ്യാമസുന്ദരന്റെ സൗന്ദര്യം വളരെ 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 സ്പെഷ്യലാണ്. വളരെ വളരെ സ്പെഷ്യലാണ്. മറ്റുള്ള വിഷ്ണു അവതാരങ്ങളെല്ലാം പീതാംബരവും ഒക്കെ ധരിക്കുന്നുണ്ട്, ശംഖ് ചക്ര ഗദാപത്മമുണ്ട്, അതിനും ഭംഗിയുണ്ട്. അത് വളരെ ഭംഗിയുള്ള ആകർഷണമാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷേ കൃഷ്ണന്റെ ആ ത്രിഭംഗ ഫോം, അത് വൃന്ദാവനത്തിലെ ആ ഒരു രൂപം വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട് രൂപത്തിലും അദ്ദേഹം സ്പെഷ്യലാണ്. പിന്നെ പ്രേമമാധുര്യം എന്താണ്? അർത്ഥം എന്താണ്? ഗോപികമാർക്ക് കൃഷ്ണനോട് തോന്നുന്ന പ്രത്യേകതരമായ ഒരു ഭാവമാണ് പ്രേമമാധുര്യം എന്ന് പറയുന്നത്. ആക്ച്വലി ഗോപികമാരോട് മാത്രമുള്ളതല്ല, അതായത് ഗോപികമാര് മാത്രമല്ല, ഇപ്പൊ സഖ്യരസമാണെങ്കിലും വാത്സല്യരസമാണെങ്കിലും മാധുര്യരസമാണെങ്കിലും എല്ലാത്തിലും പ്രേമമുണ്ട്, കൃഷ്ണപ്രേമമുണ്ട്, അല്ലെ? പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധുര്യഭാവത്തിൽ മാത്രമല്ല. പ്രേമം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, നിഷ്കളങ്കമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള സ്നേഹത്തെയാണ് പ്രേമം എന്ന് പറയുന്നത്. അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് മാത്രമുള്ളത്. അത് കൃഷ്ണന്റെ സുഹൃത്തുക്കൾക്കും ഉണ്ട്, അതേപോലെ യശോദാമായി നന്ദമഹാരാജന് അവർക്കും ഉണ്ട്, എന്നാൽ അതുപോലെ ഗോപികമാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിലും ഒരു ഹൈറാർക്കി നോക്കുമ്പോൾ ശരിയാണ്, ഗോപികമാരുടെ സ്നേഹത്തിന് ആഴം കൂടുതലാണ്, ഡെപ്ത് കൂടുതലാണ്. എന്നാലും പ്രേമമാധുര്യം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഭക്തരുമായിട്ടുള്ള ആ ഒരു അസോസിയേഷനിൽ, അല്ലെങ്കിൽ അവര് എത്രമാത്രം
ഭഗവാൻ കൃഷ്ണനെ സ്നേഹിക്കുന്നു എന്നുള്ളത്. ആ ഒരു ഡിവോട്ടിയും ഭക്തനും കൃഷ്ണൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് വേറെ ഒരു അവതാരത്തിനും ഇല്ല ഇത്രയും ഡീപ്പായിട്ട്. ഓക്കെ, ഒരു പരിധി വരെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാരത്തിലുണ്ട്, സംശയമില്ല. ശ്രീരാമചന്ദ്ര ഭഗവാനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു മൂഡ് വ്യത്യാസവും ഉണ്ടായിരുന്നു. കൃഷ്ണന്റെ പോലെയല്ല. കൃഷ്ണൻ ഗോപികമാരോട് സ്പെഷ്യലാണ്. അവരോടുള്ള ഡീലിങ്സ് വ്യത്യാസമുണ്ട്. സുഹൃത്തുക്കളുടെ കൂടെ കളിക്കുമ്പോൾ അത് ആ ഒരു പ്രേമം വ്യത്യാസമുണ്ട്. എന്നാൽ വാത്സല്യഭാവത്തിൽ വരുമ്പോൾ അതും സ്വീറ്റ് ആണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കൃഷ്ണന്റെ. അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള 4 ക്വാളിറ്റീസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കൃഷ്ണനോട് ആകർഷണം എങ്ങനെ തോന്നാതിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നാച്ചുറൽ ലക്ഷ്മി ദേവിക്ക് തോന്നുന്നതിൽ തെറ്റില്ല. അതായത് ലക്ഷ്മി ദേവിയുടെ എല്ലാമായിട്ടുള്ള ശ്രീമൻ നാരായണന്റെ രൂപം തന്നെയാണ്, നാരായണൻ തന്നെയാണ് കൃഷ്ണൻ. എന്നാൽ സ്പെഷ്യൽ ആയിട്ടുള്ള രൂപവും ഭാവവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പൊ അതിലൊരു തെറ്റ് ഇല്ല. അപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു വെങ്കട്ട് ഭട്ടിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതും ഇതാണ്. വെങ്കട്ട് ഭട്ട് അവസാനം ഇതെല്ലാം കേട്ടതിന് ശേഷം ഉത്തരം പറയും, ശരിയാണ്, ആർക്കാണ് ആകർഷണം തോന്നാതിരിക്കുക? കൃഷ്ണന്റെ ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ 4 സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് കൃഷ്ണന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും ആകർഷണം തോന്നും. അതൊരു തെറ്റല്ല. സ്മേരാം ഭംഗിത്രയ പരിചിതാം. ഓക്കെ, ശ്രീരാം ഭംഗി ത്രയ പരിചിതാം സാചി വിസ്തീർണ ദൃഷ്ടിം വംശീ ന്യസ്താധര കിശലയാം ഉജ്വലാം ചന്ദ്രകേന ഗോവിന്ദാഖ്യം ഹരിതനുമിത കേശിതീർത്ഥോപകാന്തേ മാ പ്രേക്ഷിഷ്ടാസ്തവ യതി സഖേ ബന്ധു സംഗേ സ്ഥിരംഗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്മേരാം ഭംഗീത്രയ പരിചിതാം സാചി വിസ്തീർണ ദൃഷ്ടീം വംശീന്യസ്താധര കിശലയാം ഉജ്വലാം ചന്ദ്രകേണ ഗോവിന്ദാഖ്യാം ഹരിതനുമിത കേശിതീർത്ഥോപകണ്ഡേ മാ പ്രേക്ഷിഷ്ടാസ്തവ യതി സഖേ ബന്ധുസംഗേ സ്ഥിരംഗഃ. വിവർത്തനം വാർത്തം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടുത്തെ ശ്രീമുഖത്തൊരു പുഞ്ചിരി വിടർന്നിരിക്കുന്നു. തന്റെ കടക്കണ്ണുകളാൽ ദൃഷ്ടി പായിച്ചുകൊണ്ട് പുതുതായി കിളിർത്ത തളിരുകൾ പോലെയുള്ള തന്നുടെ അധരങ്ങളിലേക്ക് അവിടുന്ന് പുല്ലാങ്കുഴൽ ചേർത്ത് വയ്ക്കുമ്പോൾ ആ ത്രിഭംഗ സുന്ദരമായ ദിവ്യരൂപം നിലാവെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്നു. അല്ലയോ പ്രിയ സഖാവേ, നിനക്ക് യഥാർത്ഥത്തിൽ ഇഹലോകത്തിലുള്ള ബന്ധുക്കളോട് ബന്ധം നിലനിർത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ യമുനാതീരത്തെ കേശിഘട്ടത്ത് നിൽക്കുന്ന ഗോവിന്ദന്റെ സുസ്മേരമുഖത്തെ നീ ഒരു നോക്കുപോലും കാണാൻ ഇടയാകാതിരിക്കട്ടെ. ഭാവാർത്ഥം. പ്രായോഗിക ഭക്തിയുത സേവനം സംബന്ധിച്ച് ഭക്തിരസാമൃത സിന്ധു 1.2.239 നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ബദ്ധജീവിതത്തിൽ ജനങ്ങൾ പൊതുവെ സമൂഹം, സൗഹൃദം, സ്നേഹം തുടങ്ങിയവയുടെ സന്തോഷത്തിൽ വ്യാപരിക്കുന്നു. സ്നേഹമെന്ന് വിളിക്കപ്പെടുന്നത് ഇത് പക്ഷേ പ്രേമമല്ല, കാമമാണ്. എന്നാൽ പ്രേമത്തെക്കുറിച്ചുള്ള അത്തരമൊരു തെറ്റായ ധാരണയിൽ ജനങ്ങൾ സംതൃപ്തരാകുന്നു. ഭൗതിക ലോകത്തിലെ സമൂഹം, സൗഹൃദം, കുടുംബജീവിതത്തിലെ സ്നേഹം എന്നിവ ഒരു തുള്ളി ജലം പോലെയാണെന്നും പക്ഷേ നമ്മുടെ ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കടലോളം സന്തോഷമാണെന്നും മിഥിലയിലെ അഭിജ്ഞനായ മഹാകവി വിദ്യാപതി പറയുന്നു. അപ്രകാരം വരൾച്ചയകറ്റാൻ സന്തോഷത്തിന്റെ ഒരു സാഗരം തന്നെ ആവശ്യം വരുന്ന ഭൗതികാസ്തിത്വമാകുന്ന മരുഭൂമിയോടാണ് ഹൃദയത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത്. മരുഭൂമിയിൽ ഒരു തുള്ളി ജലമുണ്ടെങ്കിലും ഒരുവന് തീർച്ചയായും അത് ജലമാണെന്ന് പറയാവുന്നതാണ്. പക്ഷേ അത്രയും ചെറിയ അളവിലുള്ള ആ ജലത്തിന് അവിടെ ഒരു പ്രയോജനവുമില്ല. അതുപോലെ ഈ ഭൗതിക ലോകത്തിൽ കാണുന്ന സമൂഹം, സൗഹൃദം, സ്നേഹം ഇവകളുടെ ഇടപാടുകളിൽ ആരും സംതൃപ്തരല്ല. അതുകൊണ്ട് ഒരുവൻ തന്റെ ഹൃദയത്തിൽ യഥാർത്ഥ സന്തോഷം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പക്ഷം അവൻ ഗോവിന്ദന്റെ അടിമല ഇണകളെ തേടിയേ തീരൂ. എന്നാൽ ഇഹലോകപരമായ സമൂഹം, സൗഹൃദം, സ്നേഹം എന്നിവയിലൂടെ തൃപ്തി നേടാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ഗോവിന്ദന്റെ തൃപ്പാദങ്ങളിൽ അഭയം തേടേണ്ടതില്ലെന്ന് ശ്രീ രൂപഗോസ്വാമി ഈ ശ്ലോകത്തിൽ പറയുന്നു. എന്തെന്നാൽ അവിടുത്തെ തൃപ്പാദങ്ങളെ പോകുന്ന പക്ഷം അവന് നിസ്സാര അളവിലുള്ള സന്തോഷമെന്ന് പറയപ്പെടുന്നവയെല്ലാം
മറന്നുപോകും. എന്നാൽ കേവലം സന്തോഷമെന്ന് പറയപ്പെടുന്നവയിൽ സംതൃപ്തനാകാത്ത ഒരുവന് വൃന്ദാവനത്തിലെ യമുനാതീരത്തുള്ള കേശീതീർത്ഥത്തിൽ നിന്നുകൊണ്ട് തന്റെ അതീന്ദ്രിയ പ്രേമ സേവനത്തിലേക്കായി എല്ലാ ഗോപികമാരെയും ആകർഷിക്കുന്ന ആ ഗോവിന്ദന്റെ പാതാരവിന്ദങ്ങൾ തേടാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. മനോഹരമായിട്ടുള്ള ശ്ലോകം ചില രൂപഗോസ്വാമി ഭക്തിരസാമർ സിന്ധുവിൽ പറയുന്നതാണ്. അതായത് ഇൻഡയറക്ട്ലി പറയുന്നു, അതായത് നമുക്ക് ഫാമിലി ആയിട്ടുള്ള റിലേഷൻ നിലനിർത്തി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, സുഹൃത്തുക്കളുമായിട്ടുള്ള റിലേഷൻസ് എല്ലാം നിലനിർത്തണമെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും എവിടെ പോകരുത്? കേശിഘട്ടിലേക്ക് പോകരുത്. രൂപഗോസ്വാമി പറയുവാണ്. കാരണം എന്താണ്? അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഋഭംഗ ലളിത ശ്യാമസുന്ദരൻ ഗോവിന്ദനെ കാണുന്നു. ആ ഗോവിന്ദന്റെ തിരുമുഖത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ആ തിരുമുഖം കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ ആ അധരാമൃതത്തിൽ നിന്ന് വരുന്ന ആ വേണുനാദം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം, അതായത് മറ്റുള്ള ആകർഷണങ്ങളൊക്കെ മാറിപ്പോകുന്നു നമ്മുടെ ഉള്ളിൽ. അതുകൊണ്ട് എല്ലാവിധ റിലേഷൻസും, എല്ലാവിധ ബന്ധങ്ങളും, എല്ലാവിധ സൗഹൃദങ്ങളും, ലോകത്തിലെ ഈ ഭൗതിക ലോകത്തിലെ നമ്മുടെ റിലേഷൻഷിപ്സും അല്ലെങ്കിൽ മറ്റുള്ള സൗഹൃദ ബന്ധങ്ങളും ഒക്കെ നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ പോകരുത് എന്നാണ് പറയുന്നത്. ഇതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ്? അവിടെ പോയി കഴിഞ്ഞ് കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം, നമുക്ക് ഇപ്പോൾ തോന്നുന്ന ആകർഷണം, ലോകത്തിലെ എല്ലാത്തിനോടും ഒരു ആകർഷണം തോന്നുന്നു അല്ലെ? ഭഗവാനോട് ഒഴിച്ച് ബാക്കിയെല്ലാം. എന്നാൽ അത് നേരെ മാറുന്നു. അപ്പോൾ അങ്ങനെയാവുമ്പോൾ കൃഷ്ണനെ കണ്ട് ഭഗവാൻ കൃഷ്ണൻ കേശിഘട്ടിലുള്ള യമുനാ തീരത്തുള്ള ഗോവിന്ദനെ കാണുമ്പോൾ, ഗോവിന്ദന്റെ ആ തിരുമുഖം കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ വേണുനാദം അധര അമൃതം കേൾക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ത്രിഭംഗ ലളിത ശ്യാമസുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള രൂപത്തെ കാണുമ്പോൾ എല്ലാവിധ അറ്റാച്ച്മെന്റ്സും, എല്ലാവിധ ആകർഷണങ്ങളും, ഭൗതിക ലോകത്തിലെ എല്ലാവിധ ആകർഷണങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ കൂട്ടത്തിൽ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആരെങ്കിലും എനിക്ക് അത് ആ ഒരു സൗഹൃദ ബന്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല, അത് ചെയ്യാൻ പാടില്ല, അല്ല അങ്ങനെ സംഭവിക്കരുത്, എനിക്ക് എല്ലാവരും വേണം, ഇവിടെയുള്ള എല്ലാ അറ്റാച്ച്മെന്റ്സും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ആരും കൃഷ്ണനെ ആരാധിക്കേണ്ട എന്നാ പറയുന്നത്. കാര്യം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ വേറെ ഒന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. ആ കൃഷ്ണൻ മാത്രം, ആ ശ്യാമസുന്ദരം മാത്രമായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ. അപ്പോൾ ശീലപ്രഭുജി ഭാവത്തിൽ പറയുന്നു, ഈ ലോകത്തുള്ള ആളുകൾ തമ്മിലുള്ള റിലേഷൻസും ഫ്രണ്ട്ഷിപ്പും സ്നേഹബന്ധങ്ങളും ഒക്കെ ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ളതാണ്. ഇവിടെയുള്ളത് സ്നേഹമല്ല, കാമമാണ്. കാമവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. കാമം മെറ്റീരിയൽ ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ശ്ലോകം ഏതാണ്? ആരെങ്കിലും? അറിവോ? ആരുമില്ലേ? ആത്മേന്ദ്രിയ ആരും വിഷയാൻപുംസയാണോ? അല്ല, ഇതില് ചൈതന്യ ചരിതാമൃതത്തിൽ ഉള്ള ശ്ലോകമാണ്. ആത്മേന്ദ്രിയ പ്രീതിവാഞ്ച. ഓക്കെ, ആത്മേന്ദ്രിയ പ്രീതിവാഞ്ച. ആത്മേന്ദ്രിയ പ്രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്വന്തം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള അതിനോടുള്ള പ്രീതി, അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നോക്കുന്നതിനെ കാമം എന്ന് പറയുന്നു. കൃഷ്ണേന്ദ്രിയ പ്രീതി വേറെ പ്രേമമാണ്. ഭഗവാൻ കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങൾ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് പ്രേമമാവുന്നു. അപ്പോൾ അതാണ് വ്യത്യാസം രണ്ടും തമ്മിലുള്ളത്. ഋഷികേശ സേവനം ഭക്തി രുച്യത്തെ. ഭഗവാന്റെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉപയോഗിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ്, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാന് സന്തോഷം കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനെയാണ് പ്രേമം എന്ന് പറയുന്നത്. എന്നാൽ
സ്വന്തം ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതിനെ കാമം എന്ന് പറയുന്നു. ഈ ലോകത്ത് കാമം മാത്രമേ ഉള്ളൂ. കാര്യം എല്ലാവരും അവനവന്റെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അത് ഏത് റിലേഷനെ എടുത്തോളൂ, എല്ലാവരും പ്രതീക്ഷിക്കുന്നു. നമ്മൾ പറയാറുണ്ട്, ഈ ലോകത്തിൽ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു പ്രേമം കുറച്ചെങ്കിലും ഉള്ളത് തുടക്കത്തിൽ, ഒരു ചെറിയ കുഞ്ഞ് ജനിച്ച സമയം മുതൽ കുറച്ച് ആ കുട്ടിയൊന്ന് കുറച്ച് വലുതാവുന്നത് വരെ ഉണ്ടാവുന്ന, അതായത് പൂർണ്ണമായിട്ടും ആ കുഞ്ഞ് അമ്മയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാലം, അത്രയും കാലയളവിൽ മാത്രമുള്ള അമ്മയ്ക്ക് മകനോട് തോന്നുന്ന, മകനോ ആരാണെങ്കിലും അവരോട് തോന്നുന്ന നിഷ്കളങ്കമായിട്ടുള്ള പ്രേമമാണ് എന്നുള്ളത്, സ്നേഹമാണെന്ന് നമുക്ക് പറയാം. കാര്യം ചെറിയൊരു കുഞ്ഞ് അത് എന്ത് ചെയ്യാനാണ്? അതെ, പൂർണ്ണമായിട്ടും എല്ലാത്തിനും അമ്മയെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ. എന്ത് വേണമെങ്കിലും, വിശന്നാ കരയും, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ കരയും, ബാക്കി വേറെ എന്ത് ചെയ്താലും കരച്ചിൽ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും ഒരേ അതായത് പൂർണ്ണമായിട്ടും അമ്മയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ. ആ സമയത്ത് അമ്മയുടെ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം, ഈ ലോകത്തുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹത്തിലെ ഒരു ചെറിയൊരു ഭാഗം, അത് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അതും കുറച്ച് കാലയളവ് മാത്രം. ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ ഇതെല്ലാം മാറി. അപ്പോൾ അമ്മ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു, കുട്ടിയും പ്രതീക്ഷിക്കുന്നു പലതും അമ്മയിൽ നിന്ന് അല്ലെ. അപ്പോൾ അവിടെയും ഒരു കണ്ടീഷൻസ് വന്നു. അപ്പോൾ അവിടെ ആഹിത്വമായിട്ടുള്ള സ്നേഹമാവുന്നില്ല. മറ്റുള്ള ഏത് റിലേഷൻഷിപ്പ് കൊടുത്താലും അതിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. ഹസ്ബൻഡും വൈഫും സുഹൃത്തുക്കളും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിലും എല്ലാത്തിലും അവനവന്റെ സംതൃപ്തി, അവനവന്റെ ഇന്ദ്രിയ സുഖം ആണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ദ്രിയ സുഖം ഡയറക്റ്റ്ലി ചിലപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സുഖമായിരിക്കണം എന്നില്ല. ഇൻഡയറക്ട്ലി നമ്മുടെ ഇന്ദ്രിയങ്ങളെ സുഖം തരുന്നതാണെങ്കിലും അതിനെ കാമം എന്നാണ് പറയാ. എന്നാൽ ഭഗവാൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നിസ്വാർത്ഥമായിട്ടുള്ള ആ ഒരു പ്രേമമാണ്. അതിനെയാണ് പ്രേമമെന്ന്, ആ സ്നേഹമാണ് പ്രേമമെന്ന് പറയുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെയുള്ള എന്ത് റിലേഷൻ ആവട്ടെ, അതെല്ലാം ഒരു ദിവസം, അതിനെല്ലാത്തിനും ഒരു കാലാവധിയുണ്ട്, അതിനെല്ലാത്തിനും കണ്ടീഷൻസ് ഉണ്ട്, ആയുക്തമല്ല. എന്നാൽ കൃഷ്ണനോട് തോന്നുന്ന ആകർഷണവും അദ്ദേഹത്തെ സ്നേഹിക്കുന്നതും അത് അതീന്ദ്രിയ തലത്തിലാണ്. മാത്രമല്ല, ഒന്ന് നമുക്കതിൽ ആകർഷണം തോന്നിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തുച്ഛമായി മാറും. അതാണ്, അത്രയും ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ശ്രീല രൂപ ഗോസ്വാമി പറയുന്നത്, രൂപ ഗോസ്വാമി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു മാത്രം. പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആ കൃഷ്ണനെ, ശ്യാമസുന്ദരനെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു, ബാക്കി ഒന്നിനോടും നമുക്ക് ആകർഷണം തോന്നില്ല. ബാക്കിയെല്ലാം നമുക്ക് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒന്നുമല്ലാതെ തോന്നും. അത്രമാത്രം ശക്തിയാണ്, അത്രമാത്രം ആകർഷണമാണ് ഉള്ളത് ഭഗവാൻ കൃഷ്ണന്റെ ആ രൂപത്തിൽ. രൂപമാവട്ടെ, ലീലകളാവട്ടെ, അദ്ദേഹത്തിന്റെ വേണു, എല്ലാം ആകർഷിപ്പിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ എൻഡ് ചെയ്യാം. ബാക്കിയുള്ളത് കുറച്ച് ശ്ലോകം കൂടെയുണ്ട്, 5-6 ശ്ലോകം കൂടെയുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓൾറെഡി നിങ്ങൾക്ക് ലേറ്റ് ആയി എന്നറിയാം. സാധാരണ ക്ലാസ് നടക്കുന്നതിനേക്കാൾ അരമണിക്കൂർ വൈകിട്ടാണ് നമ്മളിന്ന് തുടങ്ങിയത്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശ്രീ ചൈതന്യ ചരിതാമൃത की जय, जगत गुरु शिला प्रभुपाद की जय, शिला गुरुदेव की जय, गौड़ी गुरु वृंद की जय, इस्कॉन गुरु वृंद की जय, शिला कृष्णदास कविराज गोस्वामी की जय, श्री चैतन्य चरितामृत की जय, सचिनंदन श्री गौर हरि की जय, श्री गौर निताय की जय, निताय गौर प्रेमानंदे। जय जय श्री राधे श्याम। Hare Krishna, bro. Thank you very much. Hare Krishna. Thank you, Prabhu. Krishna Prabhuji.